ഭാഗ്യ നേട്ടങ്ങൾ എപ്പോഴും തേടി വരുന്ന ചില നക്ഷത്ര ജാതകരുണ്ട്. ഈ നക്ഷത്ര ജാതകർക്ക് വളരെയേറെ ഭാഗ്യങ്ങളും ഒട്ടനവധി നേട്ടങ്ങളുമാണ് ജീവിതത്തിൽ വന്നു ചേരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത്. തൊഴിൽ മേഖലകളിലും വിദ്യാഭ്യാസ രംഗത്തും കുടുംബജീവിതത്തിലും വൻ നേട്ടങ്ങളാണ് ഇവരെ തേടി വരുന്നത്. കഴിഞ്ഞു പോയ സമയങ്ങളിലെ എല്ലാ നഷ്ടങ്ങളും നികന്ന് ഈശ്വരൻ്റെ ഐശ്വര്യത്താൽ വളരെ വലിയ നേട്ടങ്ങളും ജീവിത വിജയങ്ങളുമാണ് ഈ നക്ഷത്ര ജാതകരെ തേടി വരാൻ പോകുന്നത്. ഒരു പരിധിവരെ ജീവിതത്തിലെ സമസ്ത ദുരിതങ്ങളും അകലുന്നതായിരിക്കും. വൻ നേട്ടങ്ങൾ ഇവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി വന്നു ചേരുന്ന വളരെ ഭാഗ്യ ദിനങ്ങളാണ് ഇവർക്ക് ജീവിതത്തിൽ കൈവരിക്കുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നത്. മനസ്സിലെ എല്ലാ പ്രയാസങ്ങളും ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങൾ കൊണ്ടും ഈശ്വര ചൈതന്യം കൊണ്ടും ഇവർക്ക് മാറിക്കിട്ടുന്നതായിരിക്കും. എന്തു തന്നെയാലും ആ ഭാഗ്യ നക്ഷത്ര ജാതകർ ആരൊക്കെ എന്നതിനെക്കുറിച്ച് നോക്കുന്നതിന് മുമ്പായി തന്നെ കാര്യവിജയത്തിനും സന്താന സൗഭാഗ്യത്തിനും കടബാധ്യത മാറുന്നതിനും കുടുംബൈശ്വര്യത്തിനും വേണ്ടിയുള്ള നമ്മുടെ പ്രത്യേക പൂജയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തുന്നതിനായി താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക. തികച്ചും സൗജന്യകരമായിട്ടാണ് നമ്മൾ ഈ ഒരു പൂജ നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാ വ്യക്തികൾക്കും പൂജയിൽ പങ്കെടുക്കാനുള്ള അവസരമുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഈ വീഡിയോ മുഴുവനായും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഏറ്റവും അടുത്തൊരു ബന്ധുവിനോ സുഹൃത്തിനോ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ നാളും പേരും ആഗ്രഹവും കമൻറ്റായി രേഖപ്പെടുത്തുക. പൂജയിൽ പങ്കെടുത്ത് ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായെന്നറിഞ്ഞതിൽ വളരെയേറെ സന്തോഷം. ഇനിയും നിങ്ങൾ പൂജയിൽ ഉൾപ്പെടുക. വളരെയേറെ ഐശ്വര്യങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ ഈ പൂജ കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നതാണ്. വൻ നേട്ടങ്ങളും തൊഴിൽ രംഗത്ത് വളരെയധികം ഉയർച്ചകളും ഭാഗ്യങ്ങളും വന്നു ചേരുവാൻ ഭാഗ്യം സിദ്ധിക്കുന്ന ആ നക്ഷത്ര ജാതകരിൽ ഒന്നാമതായുള്ള നക്ഷത്ര ജാതകർ അശ്വതി നക്ഷത്രം തന്നെയാണ്. അശ്വതി നക്ഷത്ര ജാതകർക്ക് ദേവീദേവന്മാരുടെ അനുഗ്രഹങ്ങൾ ഒരുപോലെ വന്നു ചേരുന്ന സമയമാണ് ഇവർക്ക്. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്ര ജാതകർക്ക് തൊഴിൽ രംഗത്ത് വളരെയേറെ ഉന്നതികൾ ഉണ്ടാകുന്ന സമയമാണ്. സാമർഥ്യം കൊണ്ട് ഇവർ തൊഴിൽ മേഖലയിൽ ഉയർച്ച നേടുന്നതായിരിക്കും. വളരെയേറെ ബുദ്ധിസമ്പന്നരായിട്ടുള്ള നക്ഷത്ര ജാതകരാണ് അശ്വതി നക്ഷത്ര ജാതകർ. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവരുടെ ബുദ്ധിയും വാക്ചാതുരിയും ഉള്ളതുകൊണ്ട് ഏത് പ്രതിസന്ധി മേഖലകളിലും ഇവർക്ക് പിടിച്ചു നിന്ന് ഇവർക്ക് വേണ്ടുന്നുള്ള സാഹചര്യങ്ങൾ ഇവർ ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും. ഇതിൻ്റെ കൂടി ഈശ്വരൻ്റെ അനുഗ്രഹങ്ങളോട് ലഭിക്കുന്നതോടെ തന്നെ വലിയ വലിയ നേട്ടങ്ങൾ ഇവർക്ക് ഈശ്വരൻ്റെ കൃപാകടാക്ഷത്താലും ചൈതന്യത്താലും നേടിയെടുക്കുവാൻ കഴിയുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദേശ പഠനങ്ങൾ അവസരങ്ങൾ തുറന്നു കിട്ടുന്നതായിരിക്കും ഇവർക്ക്. ഇവരുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടുന്ന ഒരു സാഹചര്യമാണ്. ഒരു രാജയോഗം തന്നെയാണ് ഇവർക്ക് വന്നു ചേരാൻ പോകുന്നത്. ധനസ്ഥിതിയിൽ വളരെയധികം മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. ഒന്നിൽ കൂടുതൽ വരുമാന മേഖലകളിൽ നിന്നും നിങ്ങൾക്ക് വരുമാന വർധനവുണ്ടാകുവാനുള്ള സമയവും കൂടിയാണ്. ഉറപ്പായും വളരെയേറെ സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചയും ഉന്നതികളും നിങ്ങൾക്ക് വന്നു ചേരുവാനും നിങ്ങളുടെ കഠിനാധ്വാനങ്ങൾക്കുള്ള റിസൾട്ട് കിട്ടുന്നൊരു സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തുറക്കപ്പെടുകയും ചെയ്യുന്ന നക്ഷത്ര ജാതകരാണ് അശ്വതി നക്ഷത്ര ജാതകർ. അതുകൊണ്ട് തന്നെ ഉറപ്പായും നിങ്ങൾ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക. നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ തിങ്കളാഴ്ച ദിവസങ്ങളിലോ വെള്ളിയാഴ്ചയുടെ അവസാന സമയങ്ങളിലോ അതായത് സന്ധ്യാസമയങ്ങളിലോ നിങ്ങൾ ഗണപതി ക്ഷേത്രങ്ങളിൽ പോയി കുളിച്ചു തൊഴുത് പ്രാർത്ഥിച്ച് ഗണപതിക്കൊരു നാളികേരം ഉടച്ച് നിങ്ങളുടെ മനസ്സിലെ എല്ലാ സങ്കടങ്ങളും അർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഉറപ്പായും സർവേഷൻ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും അകറ്റിത്തരുന്നതായിരിക്കും. അടുത്തതായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ പുണർദം നക്ഷത്ര ജാതകരാണ്. ശ്രീരാമൻ്റെ നക്ഷത്രമാണ് പുണർദം നക്ഷത്രം. അതിബുദ്ധിമാന്മാരായ കൂർമ്മ ബുദ്ധിയും ശക്തിയുമുള്ള നക്ഷത്ര ജാതകരാണ് പുണർദം നക്ഷത്ര ജാതകർ. സൗമ്യ സ്വഭാവം പ്രകടിപ്പിക്കുമെങ്കിലും ഇവർ ദേഷ്യം വന്നാൽ വളരെയേറെ നാശം വിതയ്ക്കുന്ന നക്ഷത്ര ജാതകരാണ്. അതുകൊണ്ട് തന്നെ ഈ നക്ഷത്ര ജാതകർക്ക് ശത്രുക്കളുടെ എണ്ണം കൂടാനും സാധ്യതകൾ വളരെ കൂടുതലാണ്. ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരെ
നെഞ്ചോട് ചേർത്ത് നിർത്തുന്ന നക്ഷത്ര ജാതകരാണ്. കലാകായിക മേഖലകളിൽ വളരെയധികം ശോഭനീയമായ ഭാവി കെട്ടിപ്പടുത്തുയർത്തുവാൻ ഈ നക്ഷത്ര ജാതകർക്ക് കഴിയുന്ന സമയമാണ്. ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അകലുന്നതായിരിക്കും. പ്രവർത്തന മേഖലകളിലെ പ്രതിസന്ധിയെ അതിജീവിച്ചുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ കഴിയുന്ന സമയമാണ്. കാര്യവിജയങ്ങളും നിങ്ങൾക്ക് വാഗ്ദാനങ്ങളെ പാലിക്കുവാനും കഴിയുന്നതായിരിക്കും. നിങ്ങൾക്ക് ഒരു രീതിയിലുള്ള പരാജയങ്ങളും ഉണ്ടാവുകയില്ല. അതിബുദ്ധിശാലികളായിട്ടുള്ള ഈ നക്ഷത്ര ജാതകർ ഏത് പരാജയത്തിൽ നിന്നും പുതിയ അവസരങ്ങൾ കണ്ടെത്തി ജീവിതത്തിൽ എല്ലാ പ്രയാസങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയുന്ന നക്ഷത്ര ജാതകർ തന്നെയാണ്. ഇവർക്കുറപ്പായും ഈശ്വരൻ്റെ അനുഗ്രഹങ്ങളും ഈശ്വരൻ്റെ കൃപാകടാക്ഷങ്ങളും നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ വളരെ വലിയ മാറ്റങ്ങളും നേട്ടങ്ങളും ജീവിതത്തിൽ നേടിയെടുക്കുവാൻ കഴിയുന്നതായിരിക്കും. ഉറപ്പായും ഈ നക്ഷത്ര ജാതകർക്ക് 2024 നവംബർ കഴിയുന്നതോടുകൂടി തന്നെ ജീവിതത്തിൽ വളരെയേറെ സാമ്പത്തിക ഉന്നതികളും നേട്ടങ്ങളുമാണ് വരാൻ പോകുന്നത്. നിങ്ങളുടെ പ്രശസ്തിയൊക്കെ വർദ്ധിച്ച് നിങ്ങൾക്ക് വലിയ ഉയർച്ചകൾ ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്നതായിരിക്കും. അടുത്ത നക്ഷത്ര ജാതകർ ആയില്യം നക്ഷത്ര ജാതകരാണ്. ഏതു രംഗത്തും മുന്നോട്ട് പോകുവാൻ ബുദ്ധിയും ശക്തിയുമുള്ള നക്ഷത്ര ജാതകരാണ് ആയില്യം നക്ഷത്ര ജാതകർ. മറ്റുള്ളവരെ പെട്ടെന്ന് തന്നെ ആകർഷിപ്പിക്കുവാനുള്ള കഴിവുള്ള ഈ നക്ഷത്ര ജാതകർ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും വളരെയേറെ ഉന്നതിയിലേക്ക് എത്തിച്ചേരുവാനുള്ള ഭാഗ്യയോഗങ്ങളുണ്ട്. ഇവരുടെ കഠിനാധ്വാനവും പരിശ്രമങ്ങളെല്ലാം തന്നെ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാൻ ഇവർക്ക് കഴിയുന്നതായിരിക്കും. ഉറപ്പായും രാജകീയ പദവികൾ പോലും കൈയാളുവാനുള്ള ഭാഗ്യയോഗങ്ങൾ 2024 നവംബർ മാസം കഴിയുന്നതോടുകൂടി തന്നെ ഈ നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്നതായിരിക്കും. ഉറപ്പായും നിങ്ങൾക്ക് രാജരാജയോഗത്താൽ വാഴുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഈശ്വരൻ്റെ ചൈതന്യത്താൽ ഈശ്വരൻ്റെ കൃപാകടാക്ഷത്താൽ വന്നു ചേരുന്ന സമയമൊക്കെയാണ്. ഉറപ്പായും നിങ്ങൾ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുക. വളരെയേറെ ഈശ്വര വിശ്വാസികളായിട്ടുള്ള ആയില്യം നക്ഷത്രക്കാരുടെ ഏത് വലിയ ആഗ്രഹങ്ങളും നിങ്ങൾ സർവേശ്വരൻ അർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ആ സർവേശ്വരൻ നിങ്ങൾക്ക് നടത്തി തരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ നിങ്ങളുടെ ദൈവം കേട്ട് നിങ്ങൾക്കതിന് വേണ്ടുന്നുള്ള പ്രതിവിധിയൊക്കെ തരുന്ന സമയമൊക്കെയാണ്. ഉറപ്പായും ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങളും ഒത്തിരി നേട്ടങ്ങളുമാണ് ആയില്യം നക്ഷത്ര ജാതകർക്ക് ഉണ്ടാകുവാൻ പോകുന്നത്. അടുത്തായി പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർ അത്തം നക്ഷത്ര ജാതകരാണ്. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ബഹുമാനം, സ്ഥാനമാനങ്ങൾ ഇവയൊക്കെ വന്നു ചേരുന്ന സമയമാണ്. ശാന്തശീലരായിട്ടുള്ള ഈ കൂട്ടർ വളരെ ഏറെ സമാധാനപ്രിയം ആഗ്രഹിക്കുന്നവരുമാണ്. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെയേറെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. ബിസിനസ് രംഗങ്ങളിൽ വളരെയേറെ ഉയർച്ചയും ഉന്നതികളും ബിസിനസ് രംഗത്തെ പ്രതിസന്ധികളെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാനും വലിയ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കുവാനും ഈ നക്ഷത്ര ജാതകർക്ക് കഴിയുന്നതായിരിക്കും. നിങ്ങളുടെ പ്രയാസങ്ങളും മനസ്സിലെ വിഷമതകളെല്ലാം മാറുന്നതായിരിക്കും. വൻ നേട്ടങ്ങളാണ് ഇനിയുള്ള സമയങ്ങളിൽ അത്തം നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ കൈവരിക്കുവാൻ പോകുന്നത്. തൊഴിൽ മേഖലയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സകലതും മാറി നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറുവാൻ കഴിയുന്നതായിരിക്കും. നിങ്ങളുടെ മനസ്സിലെ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ മാറ്റുക. അതുപോലെ തന്നെ കൂടുതലായിട്ടുള്ള ചിന്തകളൊക്കെ നിങ്ങൾ മാറ്റിവെക്കുക. എന്നിട്ട് വളരെ സന്തോഷത്തോടു കൂടി നിങ്ങൾ ജീവിക്കുക. നിങ്ങൾക്ക് സമാധാനക്കുറവാണെങ്കിൽ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തി ദൈവത്തോട് നിങ്ങളുടെ സങ്കടങ്ങളും ദുരിതങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഉറപ്പായും നിങ്ങളുടെ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ മാറുന്നതായിരിക്കും. കുറേയൊക്കെ നിങ്ങളുടെ അധികമായിട്ടുള്ള ഉത്കണ്ഠകളും ചിന്തകളും കൊണ്ടുവന്നു ചേരുന്ന പ്രശ്നങ്ങളാണ്. അതുകൊണ്ട് തന്നെ അധികം ചിന്തകൾ ഉണ്ടാവാത്ത രീതിയിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾ ഏർപ്പെടുക. അടുത്തത് ചോതി നക്ഷത്ര ജാതകരാണ്. ചോതി നക്ഷത്ര ജാതകർക്ക് വളരെയേറെ ജീവിത വിജയങ്ങളും ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള അനുഭവങ്ങളുമായി അതിസമ്പന്നമായ കാലഘട്ടമാണ്. ഈ നക്ഷത്ര ജാതകർക്ക് ജീവിതത്തിൽ ഒന്നിനും ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. ധനലാഭം ധാരാളം ലഭിച്ചു തുടങ്ങുന്ന സമയമാണ്. തീരുമാനങ്ങളെല്ലാം വിജയിക്കുന്ന സമയങ്ങളിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ധനലാഭം ജീവിതത്തിൽ വന്നു ചേർന്ന് ഒരു ധനവാനാവുവാനുള്ള ഭാഗ്യയോഗങ്ങൾ ഈ നക്ഷത്ര ജാതകർക്ക് കാണപ്പെടുന്ന സമയമൊക്കെയാണ്. കുടുംബജീവിതത്തിലെ തർക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുമ്പോട്ട് പോകുവാൻ കഴിയുന്നതായിരിക്കും. മക്കൾക്ക് തൊഴിൽ കിട്ടുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെയേറെ സന്തോഷങ്ങളുണ്ടാകുന്നതായിരിക്കും. ഒരു അച്ഛനോ അമ്മയോ എന്ന നിലയിൽ നിങ്ങളുടെ ജീവിതത്തിലെ കർമ്മ
നിങ്ങൾക്ക് പൂർത്തീകരിച്ചു എന്നുള്ളൊരു ബോധമൊക്കെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ വളരെയധികം സന്തോഷവും ആത്മസംതൃപ്തിയൊക്കെ കിട്ടുന്ന സാഹചര്യങ്ങളിലൂടെയൊക്കെ നിങ്ങളുടെ ജീവിതം മുമ്പോട്ട് പോകുവാനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും ഉണ്ട്. ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ സന്തോഷവും വളരെയേറെ സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയമൊക്കെയാണ്. അതുപോലെ തന്നെ കടബാധ്യതയൊക്കെ നിങ്ങൾക്ക് മാറ്റുവാൻ കഴിയുന്നതായിരിക്കും. പൂർണ്ണതയും ഈശ്വരനിൽ അർപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈശ്വരൻ ജീവിതത്തിൽ നിങ്ങളെ കൈപിടിച്ചു കൊടുക്കുക തന്നെ ചെയ്യുന്നതായിരിക്കും. എല്ലാവിധമായ സാമ്പത്തിക അഭിവൃദ്ധിയിലും ഒരു രാജാവിന് തുല്യമായി വാഴുവാനുള്ള ഭാഗ്യയോഗങ്ങളാണ് ഇവിടെ പറഞ്ഞ എല്ലാ നക്ഷത്ര ജാതകർക്കും ജീവിതത്തിൽ വന്നു ചേരുവാൻ പോകുന്നത്. ഉറപ്പായും നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരൻ നിങ്ങളെ കൈപിടിച്ചു കൊടുക്കുക തന്നെ ചെയ്യുന്നതായിരിക്കും. എല്ലാവരുടെയും ജീവിതത്തിൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.